സയൻസ് വളരെ കൃത്യമായി തന്നെ പറയുന്ന കാര്യമാണ് കടലിൻ്റെ അഗാധതയിൽ കൂരിരുട്ടാണ് എന്നുള്ളത്. ആ ഭാഗത്തെ ശാസ്ത്രം വിളിക്കുന്ന പേര് തന്നെ അഫോട്ടിക് സോൺ എന്നുള്ളതാണ്. ഫോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശവുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം, അഫോട്ടിക് എന്ന് പറഞ്ഞാൽ പ്രകാശമില്ലാത്തത് എന്നർത്ഥം. അപ്പോൾ പ്രകാശമില്ലാത്ത സോൺ എന്ന് സയൻസ് വിളിക്കുന്ന ഈ ഒരു ഭാഗത്തെ പറ്റിയാണ് അവർ പ്രകാശമുള്ളത് എന്ന് ഖുർആനെ എതിർക്കാൻ വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമുദ്രശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന ഏതൊരു ഗവേഷണ പ്രബന്ധം എടുത്തു നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്കിത് മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി അവർ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. കടലിനടിയിൽ ഒന്നാമത് ഇരുട്ടല്ല, അത് മണ്ടത്തരമാണ്. കാര്യം അവിടെ ബയോലൂമിനസെന്റ് ആയിട്ടുള്ള ഒരുപാട് സാധനമുണ്ട്. നിങ്ങൾ പോയി ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ സ്റ്റഡീസ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ തരാം. വളരെ പ്രകാശമുള്ളതാണ് ഏറ്റവും അടുത്തായിട്ട് കേട്ടോ. പല സ്ഥലങ്ങളും ബയോലൂമിനസെന്റ് ആയിട്ടുള്ള ജീവികളുണ്ട്, പലതരം ഫ്ലോറ ആൻഡ് ഫോണ വളരെ ലൂമിനസെന്റ് ഉണ്ട്. ആഴക്കടലിൽ ഇരുട്ടല്ല, അത് തെറ്റാണ്, അത് വേറെ കാര്യം. യഥാർത്ഥത്തിൽ പ്രകാശത്തിൻ്റെ ലഭ്യതയെയും അനുബന്ധ സവിശേഷതകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്ര സമൂഹം സമുദ്രത്തിനെ പല തട്ടുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മുകളിലുള്ള തട്ടാണ് നിങ്ങൾ കാണുന്ന പോലെ, അതിനെ എപ്പിപ്പെലാജിക് സോൺ എന്നാണ് വിളിക്കപ്പെടുന്നത്. അവിടെയാണ് സമുദ്രത്തിലുള്ള സൂക്ഷ്മ സസ്യങ്ങളായിട്ടുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൺസ് വളരുന്നത്. അവിടെ കിട്ടുന്ന പ്രകാശം കൊണ്ട് പ്രകാശ സംശ്ലേഷണം നടത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ജീവിവർഗങ്ങൾ വളരുന്നത്. ഇതിന് താഴെയുള്ള ഒരു ലെയറാണ് നമ്മളതിനെ മെസോപെലാജിക് സോൺ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇവിടെ പ്രകാശം എത്തുന്നില്ല, ആവശ്യത്തിന് എത്തില്ല, നേരിയ പ്രകാശമേ എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള സസ്യങ്ങൾ വളരില്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള പ്രകാശം അവിടെ കിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് താഴെ ഉള്ള ഒരു ലെയറായിട്ട് ബാത്തിപ്പെലാജിക് സോൺ എന്ന് പറയും. സൂര്യപ്രകാശം തീരെ എത്താത്ത ഒരു സോണാണിത്. ഇവിടെ 24 മണിക്കൂറും ഇരുട്ടാണ് എന്നുള്ളതാണ്. ഇതിനേക്കാൾ താഴെ അബിസോപെലാജിക്, ഹാഡോപെലാജിക്, അങ്ങനെ പല തട്ടുകളായിട്ട് ശാസ്ത്ര സമൂഹം വിഭജിക്കുന്നുണ്ട്. ഇതിൽ മുകളിൽ കാണുന്ന എപ്പിപെലാജിക് സോണിൻ്റെ ഒരു ഭാഗവും അവിടുന്ന് അങ്ങോട്ട് താഴെയുള്ള ഭാഗവും സയൻസ് വിളിക്കുന്നത് അഫോട്ടിക് സോൺ എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രകാശരഹിത മേഖല എന്നുള്ളതാണ്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. സയൻസ് അതിനെ വിളിക്കുന്നത് തന്നെ പ്രകാശരഹിത മേഖല എന്നുള്ളതാണ്. എന്നാൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സയൻസ് പറയുന്നതിന് നേർ വിപരീതമായിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സോണിനെക്കുറിച്ച്, അഫോട്ടിക് സോണിനെക്കുറിച്ച് ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ അതിന് കൊടുക്കുന്ന നിർവചനം ഒന്ന് വായിച്ചു നോക്കൂ. അഫോട്ടിക് സോൺ ഈസ് ദ റീജിയൻ ഓഫ് പെർപ്പച്വൽ ഡാർക്ക്നെസ്. അഫോട്ടിക് സോൺ എന്നത് നിത്യ അന്ധകാരത്തിൻ്റെ മേഖലയാണ് എന്ന് വളരെ കൃത്യമായിട്ട് സയൻസ് പറയുമ്പോൾ ഇവർ അതിനെ നേർവിപരീതമായിട്ട് സയൻസിൻ്റെ പേരിൽ കള്ളം ആരോപിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഖുർആൻ പറയുന്നതുമായിട്ട് യോജിച്ചു വരുന്നു എന്നതുകൊണ്ട് മാത്രം സയൻസിനെ നിഷേധിക്കുകയും അതിനെക്കുറിച്ച് കള്ളം പറയുകയും ചെയ്യുന്ന ഇവർ യഥാർത്ഥത്തിൽ ഇവരുടെ ശാസ്ത്രബോധം എവിടെയാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്.